കൈവിട്ട ഹൃദ്രോഗിയായ യുവാവിന് പോലീസിന്റെ ക്രൂരമർദ്ദനം. കണ്ടില്ലേ, ഇത് എൻ്റെ നാടായിട്ടുള്ള പത്തനംതിട്ട സീതത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് സംഭവം. ഈ നമ്മുടെ സർക്കാരിനെതിരെ, ഇന്ന് ഭരിക്കുന്ന സർക്കാരിനെതിരെ ഒരു വീഡിയോ പങ്കുവെച്ചിട്ടതാണ് ഏറ്റവും വലിയ പ്രശ്നം. സ്ത്രീ സുരക്ഷാ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തെപ്പറ്റിയും നമ്മുടെ ഈ ഗവൺമെൻറ് കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങളെ പറ്റിയുമൊക്കെ ഒരു ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ ഒരു പോസ്റ്റ് പങ്കുവെച്ചതിന് പിന്നാലെയാണ് പോലീസ് ഈ രീതിയിലുള്ളൊരു അതിക്രമം അവരുടെ വീട്ടിൽ കയറി കാണിച്ചത്. അവരെ ആക്രമിക്കുന്നു, അയാളെ കൊണ്ടുപോയി അടിക്കുന്നു, അയാളെ ഇല്ലായ്മ ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തത്. എന്താണ് പ്രശ്നം? നമ്മുടെ ഈ നാട് രാജഭരണത്തിലേക്ക് മാറിയിരിക്കുകയാണോ? ശരിക്കും ഞാനിത് ചോദിക്കുമ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ട്, ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഗവൺമെൻറ് BJP എന്ന് പറയുന്നൊരു ഗവൺമെൻറ്, അല്ലെ BJP എന്ന് പറയുന്നൊരു പാർട്ടി, ആ പാർട്ടിയിലിരിക്കുന്ന ആളുകളുടെ ചിന്താഗതികൾ എന്തൊക്കെയാണ്? നമ്മൾ രാജാക്കന്മാരാണ്, നമ്മളൊക്കെ ഉന്നത കുലജാതന്മാരാണ്. അങ്ങനെ ഇരിക്കുന്ന നമുക്കിടയിലേക്ക്, അല്ലെ നമ്മുടെ കൂട്ടത്തിൽ ഒരു താഴേക്കിടയിൽപ്പെട്ട അല്ലെങ്കിൽ അന്യമതത്തിൽപ്പെട്ട ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ ഉള്ള ചിന്താഗതി അവരിൽ ഭയങ്കരമായിട്ടുണ്ട്. അതൊരു പേടി അവരിലുണ്ട്. അപ്പോൾ അതുപോലെയുള്ളൊരു കാര്യങ്ങളിൽ നമുക്കറിയാം, പണ്ട് രാജഭരണമായിരുന്നല്ലോ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നത്. രാജാവ് തീരുമാനിക്കും, പ്രജകൾ അനുസരിക്കണം, അത് അടിച്ചേൽപ്പിക്കും. നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അവർ പറയുന്നത്, രാജാവ് എന്ത് പറയുന്നോ അത് നമ്മൾ അതിൻ്റെ മുന്നിൽ അടിയാനായിട്ട് ഇങ്ങനെ തല കുനിഞ്ഞ് നിന്ന്, തല കുമ്പിട്ട് നിന്ന് ഇങ്ങനെ പറയുന്നതെല്ലാം അടിയാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അനുസരിക്കണം. എന്നാൽ ഇന്ന് നമ്മുടെ ഈ കേരളത്തിലെ അവസ്ഥ ഏകദേശം അതിലേക്ക് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ കാണുന്നത്. ഈ ഭരിക്കുന്ന സർക്കാരിനെതിരെ ഒരു പോസ്റ്റ് പങ്കുവെച്ചു എന്നുള്ളൊരു പേരിൽ തന്നെ ആ ഒരു മനുഷ്യനെ വീട്ടിൽ കയറി അടിച്ചിരിക്കുകയാണ്. എന്തും ചെയ്ത് കളഞ്ഞേക്കാം, വിമർശിക്കുന്നവരെ വിലങ്ങണിയിക്കാം, വിരൽ ചൂണ്ടുന്നവനെ അറസ്റ്റ് ചെയ്തേക്കാം, എന്തും ചെയ്യാം, ഒരു പ്രശ്നമില്ല, ആരും ഒന്നും ചോദിക്കാൻ വരില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ ഗവൺമെൻറ് മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഞാൻ ആ വാർത്തകളെ മുഴുവനായിട്ടും കാണിക്കാൻ, അതിന് ശേഷം വേറെയും കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, അതോടെ കാണിച്ചു തരാം. സർക്കാരിനെതിരെ ഫേസ്ബുക്ക് ലൈവ് ഇട്ട ഹൃദ്രോഗിയായ യുവാവിന് പോലീസിന്റെ ക്രൂരമർദ്ദനം. പത്തനംതിട്ട സീതത്തോട് സ്വദേശി അനിൽകുമാറിനെയാണ് മൂഴിയാർ പോലീസ് വീട്ടിൽ കയറി മർദ്ദിച്ചത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കിയതുമായി ബന്ധപ്പെട്ട FB ലൈവിൽ ആ നടപടിയെ ചോദ്യം ചെയ്തതിനാണ് മർദ്ദനം ഉണ്ടായത്. ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടെന്നും പറഞ്ഞാൽ എന്നെ പിടിച്ചോണ്ട് പോകുന്നത്. അതവിടെയുള്ള കോൺഗ്രസ്സുകാർ കൊടുത്തൊരു പോസ്റ്റ്, ഇത് ആരുടെ പരാതി ഉണ്ടെന്ന് പറഞ്ഞു. പരാതിക്കാരും ഇവർ പറയുന്നുമില്ല. നമ്മളിങ്ങനെ നല്ല കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അതിനെതിരെയാണ് ഇവർ വന്ന് പോലീസിന്റെ ഈ കാട്ടാളത്തിനെ കാണിച്ചിട്ട് പോയത്. എങ്ങനെയായിരുന്നു പോലീസിന്റെ മർദ്ദനം? പോലീസിനോട് വന്ന് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് പിടിച്ച് വലിച്ചിറക്കി, കാലി എന്ന് ചവിട്ടി, അത് കഴിഞ്ഞ് മുറ്റത്തറ തള്ളുപോയി. അവിടെ 128 സ്റ്റെപ്പ് ഉണ്ട് എനിക്ക് വീട്ടിലോട്ട് താഴ്ത്തിറങ്ങാൻ. കാലി അത് ചെരുപ്പിടാൻ പറ്റത്തില്ല. അവിടെ നിന്ന് പിടിച്ച് താഴോട്ട് കൊണ്ടുവന്ന് ആദ്യമേ ഫോൺ പിടിച്ചോ ആരുമായിട്ട് ബന്ധപ്പെടാതിരിക്കാൻ. ഇതാണ് സംഭവിച്ചത്. വീട്ടിലാരും ഇല്ലായിരുന്നു. പിള്ളേരാണ് സ്കൂളിൽ പോയി. പിന്നെ ഞാനാണ് ജോലിക്ക് പോയേക്കുമായിരുന്നു. അപ്പം താഴത്തെ വീട്ടിലെ ചേച്ചി എന്നോട് എന്നോട് വിളിച്ചു പറഞ്ഞത്, അതാണ് ഇന്ന പോലീസുകാർ പിടിച്ചോണ്ട് പോയെന്ന. കണ്ടില്ലേ, വിമർശിക്കുന്നവരെ വിലങ്ങണിയിച്ച് കളയാമെന്നുള്ള നമ്മുടെ പൂക്കി സർക്കാരിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മേനോൻ സാറിൻ്റെ ടീംസിൻ്റെ ഒരു വിചാരം, അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കളിച്ച് എല്ലാവരുടെയും വീട്ടിൽ കയറി കളിക്കാനും നമ്മുടെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ പോലീസ് ശ്രമിച്ചു തുടങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, വിദ്യാർത്ഥികൾ അവിടെ ഡൽഹി പ്രൊട്ടസ്റ്റിൻ്റെ സമയത്ത് അവിടെ പ്രതികരിച്ച വിദ്യാർത്ഥികളെല്ലാം പീഡനത്തിനെ ആസ്വദിക്കുന്നവരാണെന്നും അവരെയൊക്കെ പിടിച്ച് പീഡിപ്പിക്കണമെന്നും തോക്ക് വെച്ച് വെടിവെച്ച് കൊന്നുകളയണമെന്നൊക്കെ പറഞ്ഞൊരു നേതാവുണ്ട്, TG മോഹൻദാസ് എന്ന് പറയുന്ന RSSന്റെ അടിമ. ആ ചാണക സംഖ്യയെ അറസ്റ്റ് ചെയ്യാനായിട്ട് കാണിക്കാത്ത വ്യഗ്രതയാണ് നമ്മുടെ മുഖ്യമന്ത്രി മേനോൻ സാറിനെതിരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ പിടിച്ചകത്തിടാനും അടിച്ച് തകർക്കാനും ഒക്കെ ഇവർ കാണിക്കുന്നത്. എന്തൊരു വൃത്തികെട്ട ഒരു പരിപാടിയാണല്ലേ. ഏകാധിപതി, ഏകഛത്രാധിപതി എന്നൊക്കെ പിണറായി വിജയനെ വിളിച്ച ആളുകൾ ഇന്ന് അതേ രീതിയിലുള്ള പരിപാടികൾ കാണിക്കുമ്പോൾ, അയാൾ കാണിക്കുന്നതിനേക്കാൾ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ആരാണ് ഏകാധിപതി എന്നും ആരാണ് ഏകഛത്രാധിപതി കളിക്കുന്നതെന്നും ചമയുന്നതെന്നുമൊക്കെ നമുക്കിവിടെ വ്യക്തമാവുകയാണല്ലേ. അതായത് പിണറായി വിജയൻ ചെയ്യുമ്പോൾ എല്ലാം ധാർഷ്ട്യമാണെന്നും പിണറായി വിജയൻ ചിരിക്കുന്നില്ല എന്നുമൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മുടെ ഈ കേരളത്തിലെ പ്രബുദ്ധ കേരളത്തിലെ കുറേ ആളുകൾ കരഞ്ഞതും മെഴുകിയതുമൊക്കെ. പക്ഷെ പിണറായി വിജയൻ ചിരിച്ചില്ലെങ്കിലും പൂക്കികളെ പോലെ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കില്ലായിരുന്നു. ഇന്നിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസാണ്. പിണറായി വിജയനെതിരെ എന്തൊക്കെ പേരുകളും എന്തൊക്കെ പട്ടമാണ് ഇവർ ചാർത്തി കൊടുത്തത്. കാരണഭൂതനെന്നും പല പേരുകളിൽ പിണറായി വിജയനെതിരെ AI ക്രിയേറ്റഡ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എന്തൊക്കെ ഇറക്കി. അന്ന് എന്തെങ്കിലും കാര്യങ്ങളിൽ അയാൾ പ്രതികരിച്ചിട്ടുണ്ടോ? ആരെങ്കിലും പിടിച്ച് അകത്തിട്ടുണ്ടോ? ആരെങ്കിലും പിടിച്ച് അടിച്ചിട്ടുണ്ടോ? ആരെങ്കിലും അണികളെ വെച്ച് അടുപ്പിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. പക്ഷേ ഇന്നത്തെ മേനോൻ സാറിൻ്റെ ടീംസിനെല്ലാം പേടിയാണ്. ആരെങ്കിലും വിമർശിച്ചാൽ, ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ അവരെ അങ്ങ് അടിച്ചമർത്തിയേക്കാം.
ഈ ഒരു രീതിയാണല്ലോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രീതി. കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന രീതി തന്നെ നമ്മുടെ ഈ ഒരു ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് സ്വീകരിക്കണമെങ്കിൽ ഇവർ തമ്മിൽ എത്രത്തോളം ഒരു ബോണ്ട് ഉണ്ടെന്നും ഇവർ തമ്മിൽ എത്രത്തോളം ഒരു ഹൃദയബന്ധമുണ്ടെന്നും അഗാധ ബന്ധമുണ്ടെന്നുമൊക്കെ നമുക്കിവിടെ തന്നെ മനസ്സിലാവും. ഇതൊരൊറ്റപ്പെട്ട സംഭവമാണെന്ന് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാനൊരു വീഡിയോയുടെ കാണിച്ചു തരാം. അതായത് ഇത് ഒരു സ്ത്രീ ക്ഷേമ പെൻഷനെയൊക്കെ പറ്റിയാണെങ്കിൽ അങ്ങനെയാണ് ഇദ്ദേഹം സംസാരിച്ചത്, അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ അടിച്ചതെങ്കിൽ, പോലീസ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറിയതെങ്കിൽ, വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയെ പൂക്കി എന്ന് വിളിച്ചപ്പോൾ ഒരു മനുഷ്യനെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഒരച്ഛൻ്റെ ഗതികേട്, വീട്ടിൽ കറണ്ടില്ല, മക്കൾക്ക് ചൂട് തിരിക്കാൻ പറ്റുന്നില്ല, പഠിക്കാനുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഒരു പോസ്റ്റ് ഇട്ടതാണ്. അയാളെയും പോലീസ് പിടിച്ച്, അയാളെ മർദ്ദിച്ചൊന്നുമില്ല, പക്ഷേ അയാളുടെ ഫോൺ പിടിച്ചു വെച്ചു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്ന് പറയുന്നത് മുഖ്യമന്ത്രി തന്നെയാണെന്ന് എനിക്കറിയത്തില്ല. സ്വാഭാവികമായിട്ടും നമ്മള് ന്യൂജൻ ആണല്ലോ, ന്യൂജൻ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്, അത്രേ ഞാൻ പ്രയോഗിച്ചു. കാരണം എന്റെ വികാരം അതാണ്. പാതിരാത്രിക്ക് 2:30 എണ്ണിച്ച് 1.5 മണിക്കൂർ കറണ്ട് പോയിട്ട് എന്റെ മക്കൾ ഉൾപ്പെടെ ഇരുന്ന് കരയുന്ന ഒരു അവസ്ഥ ഏതൊരു രക്ഷിതാവും. കാരണം നാളെ അവർക്ക് പഠിക്കാൻ പോകണ്ടേ. അപ്പൊ അത്തരം കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ട് തന്നെയല്ലേ. അപ്പൊ അത്തരം വികാരം ഉൾക്കൊണ്ടുകൊണ്ട് പിതാവെന്ന നിലയ്ക്ക് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് പ്രതികരിച്ചു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ ഞാൻ മുഖ്യമന്ത്രിയെ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി വ്യക്തിഹത്യ ചെയ്യുന്നതിന് വേണ്ടിയോ ഒന്നും ചെയ്തിട്ടില്ല, അറസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, എന്റെ മൊബൈൽ മാത്രം ഇന്നലെ വാങ്ങിച്ചു വെച്ചു അന്ന് പരിശോധിക്കാൻ വേണ്ടി. ഇന്ന് 10 മണിക്ക് വന്ന മൊബൈൽ തിരിച്ച് ഇന്നലെ രാത്രി എന്നെ വിളിച്ചായിരുന്നു, മൊബൈൽ തന്നേക്കാന്നും പറഞ്ഞു. അപ്പൊ ഇപ്പൊ 10 മണിക്ക് വന്നപ്പോ CSR ഇല്ല, CSR വന്നിട്ട് എന്നെ വിളിക്കാൻ, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. കേസ് ഇല്ലെന്നാണ് സാറന്മാര് പറയുന്നത്. കാരണം അതിനുള്ള പരാമർശമൊന്നും ഇല്ലെന്നാണ് സാറ് പറയുന്നത്. ഇതിൽ ഇദ്ദേഹം പറയുന്ന വേറൊരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ അതിൽ ഇദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരാതി ആരാണ് കൊടുത്തതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇങ്ങനെ ഞാനൊരു പൂക്കി എന്ന് പറയുന്നൊരു പരാമർശം നടത്തി എന്നുള്ളതാണ് പ്രശ്നം ആയിട്ട് ഇവർ കാണുന്നതെന്നാണ് പറഞ്ഞത്. ശരിക്കും നമ്മൾ ആദ്യം കണ്ട സീതത്തോടിൽ അല്ല പത്തനംതിട്ട ജില്ലയിലെ ആ ഒരു വിഷയത്തിലും ഈ ഒരു വിഷയത്തിലും നമ്മൾ കാണുന്നത് ഒരേ കാര്യങ്ങൾ തന്നെയാണ്. പരാതി ആരാണ് കൊടുത്തതെന്ന് ആർക്കും അറിയില്ല. ഏതോ നമ്മുടെ കോൺഗ്രസിൻ്റെ ഏതോ നേതാക്കന്മാർ കൊടുത്തതാണെന്ന് മാത്രം എല്ലാവർക്കും അറിയാം. ഇനി ഈ വീഡിയോ ചെയ്യുന്ന എനിക്കെതിരെയും ഒക്കെ കേസുകൾ നാളെ വന്നേക്കാം കേട്ടോ. നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് എന്തെങ്കിലും തന്തയ്ക്ക് പുറക്കാഴി ഏതവനെങ്കിലും പറയും, തിരിച്ച് എനിക്കത് പറയേണ്ടതായിട്ട് മറുപടി കൊടുക്കേണ്ടതായിട്ട് വരും. അതിനെ എടുത്ത് കൊട്ടി ഘോഷിച്ചുകൊണ്ട് ചില മക്കൾ എടുത്തുകൊണ്ട് വലിയ സ്റ്റാറ്റസായിട്ടും വലിയ വീഡിയോസൊക്കെ ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. തന്തയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഏത് മറ്റവനാണെന്നുണ്ടെങ്കിലും അവൻ്റെ തള്ളയ്ക്കും തള്ളയുടെ തള്ളയ്ക്കും എല്ലാത്തിനും ഞാൻ തിരിച്ചു വിളിക്കും. അതെൻ്റെ ഒരു രീതിയെന്ന് മാത്രമല്ല, എല്ലാ ആളുകൾക്കും അങ്ങനെയാണല്ലോ. സ്വന്തം അച്ഛനെ ഒരു തെറി വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് പ്രതികരിച്ചിരിക്കും. അത് എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഏത് മറ്റേടത്തെ മകനാണെന്നുണ്ടെങ്കിലും ഞാൻ തിരിച്ച് വിളിച്ചിരിക്കും. അങ്ങനെ വിളിച്ചതിൻ്റെ ഒരു പ്രശ്നം കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട്. അവൻ എന്തൊക്കെയോ എനിക്കെതിരെ ഉണ്ടാക്കുന്നുണ്ട്, അത് മിക്കവാറും ഒരു കേസായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. എന്താണെങ്കിലും പറയാനുള്ളത് ആരുടെയും മുഖത്ത് നോക്കി പറയും. എൻ്റെ പൊന്ന് സതീശൻ സാറേ, എൻ്റെ പൊന്ന് മോദി മക്കളെ, ഇത് രാജഭരണകാലമല്ല നടക്കുന്നത്, ഇത് ജനാധിപത്യ രാജ്യമാണ്. ജനങ്ങൾക്ക് ആധിപത്യമുള്ളൊരു സമയവും ജനങ്ങൾക്ക് ആധിപത്യമുള്ളൊരു രാജ്യവുമാണ്. അതുകൊണ്ട് തന്നെയും അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു സാധനം എല്ലാവർക്കുമുണ്ട്. നിങ്ങൾക്കുള്ളതുപോലെ തന്നെ എല്ലാവർക്കുമുണ്ട്. എല്ലാവർക്കും എതിർക്കാം, എല്ലാവർക്കും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അത് നിങ്ങളെ നെഗറ്റീവ്ലി ബാധിക്കും. നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ വിളിച്ചുകൊണ്ട് നിങ്ങളെ വളരെ മോശമായിട്ട് അവഹേളിക്കാനായിട്ടാണ് ആ വീഡിയോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എതിർക്കാം. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കൊള്ളരുതായ്മകളെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് ഇത്ര ഭയം? ആരെയാണ് ഇത്ര ഭയം? ആരെയാണ് നിങ്ങൾ ദ്രോഹിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്ത് വികസനമാറ്റം വേണമെന്ന് പറയുന്നത് നിങ്ങളെ വിശ്വസിച്ചാൽ ഈ കേരളത്തിലെ ജനങ്ങളെയാണോ നിങ്ങൾ മണ്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത്? എന്തൊരു വൃത്തികെട്ട രീതിയാണ്, എന്തൊരു അപഹാസ്യകരമായിട്ടുള്ള രീതിയാണ് നിങ്ങൾ സമീപിക്കുന്നത്. ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങളെ വിശ്വസിച്ച ആളുകളാണ് ഈ കേരളത്തിലെ ജനങ്ങൾ. ആ ജനങ്ങളെ തന്നെ നിങ്ങൾ ഈ രീതിയിൽ ചതിക്കുമ്പോൾ, ആ ജനങ്ങളെ തന്നെ നിങ്ങൾ ഈ രീതിയിൽ ദ്രോഹിക്കുമ്പോൾ എന്ത് മുന്നിൽ കണ്ടിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുള്ളതാണ് ഞങ്ങളൊക്കെ ചിന്തിക്കുന്നത്. വളരെ മോശമാണ് കേട്ടോ. ഈ രാജഭരണം രാജവാഴ്ച എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ എന്നേ എടുത്ത് കളഞ്ഞാണ്. എന്നിട്ടും അത് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് നേതാക്കന്മാരാണെന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. കഷ്ടം തന്നെ.